എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. LBSന്റെ BSc നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സിൻ്റെ 6th അലോട്ട്മെൻറ്റ് നേരത്തെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. 6th അലോട്ട്മെൻറ്റിൽ പുതിയൊരു കോളേജ് കിട്ടിയവർ കോളേജിൽ ജോയിൻ ചെയ്തെന്ന് വിശ്വസിക്കുന്നു. 6th സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് മുതൽ ഇനി അങ്ങോട്ടുള്ള എല്ലാ അലോട്ട്മെൻറ്റ്സിനും ഒരു സീറ്റ് അലോട്ടഡ് ആയിട്ടുണ്ടെങ്കിൽ ആ കോളേജിൽ ജോയിൻ ചെയ്തിരിക്കണം. അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഫർദർ അലോട്ട്മെൻറ്റ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. 6ാമത്തെ അലോട്ട്മെൻറ്റിൽ ഒരു കോളേജ് കിട്ടി ജോയിൻ ചെയ്തു എന്ന് വിചാരിക്കുക. നെക്സ്റ്റ് അലോട്ട്മെൻറ്റിൽ വേറൊരു കോളേജാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആ കോളേജിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റിനുള്ളിൽ ചെന്ന് ജോയിൻ ചെയ്യേണ്ടി വരും. അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇതിലൂടെ. ഇപ്പോൾ നിങ്ങൾക്ക് 6ാമത്തെ അലോട്ട്മെൻറ്റിൽ കിട്ടിയ കോളേജ് തന്നെ മതി, ഇനി വേറൊരു കോളേജൊന്നും മാറ്റി കിട്ടണ്ട എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇനി 7ാമത്തെ അലോട്ട്മെൻറ്റ് വരുമ്പോൾ കോളേജ് ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യാതിരിക്കുക. രജിസ്റ്റർ ചെയ്താൽ വേറെ കോളേജ് കിട്ടിയാൽ എന്ത് ചെയ്യും, നിങ്ങൾക്ക് നേരത്തെ കിട്ടിയ സീറ്റ് ക്യാൻസൽ ആവുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് 7ാമത് പുതിയ കിട്ടിയ കോളേജിൽ ജോയിൻ ചെയ്യേണ്ടി വരും. സോ എന്ത് ചെയ്യുക, ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം എന്ത് ചെയ്യുക, ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാം. സോ 6ാമത്തെ അലോട്ട്മെൻറ്റ് കഴിഞ്ഞു, ഇനി അടുത്ത് 7ാമത്തെ അലോട്ട്മെൻറ്റിന് വേണ്ടിയുള്ള കോളേജ് ഓപ്ഷൻസ് ഒന്നേന്ന് രജിസ്റ്റർ ചെയ്യാൻ ഒരു ഡേറ്റ് അവർ പറയും. സോ അതാണ് നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇനി വേക്കൻറ്റ് സീറ്റ്സ് ഫിൽ ആവുന്നത് വരെ എന്ത് ചെയ്യും, അലോട്ട്മെൻറ്റ് നടക്കും. നിങ്ങൾക്ക് അലോട്ടഡ് ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും എത്ര സീറ്റ്സാണ് വേക്കൻ്റ് ആയിട്ടുള്ളതെന്ന്. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും ഒരു കോളേജസിൽ എടുത്ത കാൻഡിഡേറ്റ്സിൻ്റെ ലിസ്റ്റാണ്. സോ ഇതിൽ ഗ്രീൻ കളർ ടിക്ക് എന്ന് വെച്ചാൽ എന്താണ് കാണിച്ചിരിക്കുന്നതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ആ സീറ്റ്സ് എന്താണ് ഓൾറെഡി ഫില്ലാണ്, ആ കുട്ടി ആ കോളേജിൽ ജോയിൻ ചെയ്തു എന്നാണ് അർത്ഥം. ക്രോസ് ഇട്ടിരിക്കുന്നതിൽ എന്താണ് വേക്കൻ്റ് ആയിട്ടുള്ള സീറ്റ്സ് ആണ്. സോ അലോട്ടഡ് ലിസ്റ്റ് എങ്ങനെ എടുക്കുന്നതെന്ന് അറിയാത്തവർക്ക് വേണ്ടി പറയാനാണ്. ഫസ്റ്റ് നിങ്ങൾ LBSന്റെ BSc നഴ്സിംഗ് പാരാമെഡിക്കൽ ആ സൈറ്റിൽ കയറിയിട്ട് എന്ത് ചെയ്യുക, ടോപ്പിൽ 3 ലൈൻസ് കാണും. ലോഗിൻ ഓപ്ഷനൊക്കെ ഉള്ളത് അവിടെയാണ്. സോ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ലോഗിൻ ഓപ്ഷന് തൊട്ട് താഴെ അലോട്ടഡ് ലിസ്റ്റ് എന്ന് കാണാനായിട്ട് സാധിക്കും. ലോഗിൻ ഓപ്ഷന് താഴെയല്ല, ഏറ്റവും താഴത്തെ ഒരു ഓപ്ഷനായിട്ട് അലോട്ടഡ് ലിസ്റ്റ് എന്ന് കാണാൻ പറ്റും. സോ എന്ത് ചെയ്യുക, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം അഡ്മിഷൻ ടു BSc നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സസ് 2025 എന്ന് വരും. സോ അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കോഴ്സ് സെലക്ട് ചെയ്യണം. BSc നഴ്സിംഗ്, പിന്നെ പാരാമെഡിക്കൽ കോഴ്സസ് ആയിട്ടുള്ള BSc MSc BPT ഫിസിയോതെറാപ്പി അങ്ങനെയുള്ള കോഴ്സസ് ഒക്കെ എന്ത് ചെയ്യുന്നത് അവിടെ കാണാനായിട്ട് സാധിക്കും. എന്നിട്ട് അതിൽ നിന്നും ഏത് കോഴ്സാണ് വേണ്ടത് സെലക്ട് ചെയ്യുക, ഏത് കോളേജാണ് വേണ്ടത് അത് ആ ലിസ്റ്റിൽ നിന്നും സെലക്ട് ചെയ്യുക. എന്ത് ചെയ്യുക, അതിലിങ്ങനെ നോക്കുക. ആ ലിസ്റ്റിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും എത്ര സ്റ്റുഡൻസിനെ കാൻഡിഡേറ്റ്സിനെ എടുത്തിട്ടുണ്ട്, എത്ര ഇൻഡെക്സ് എടുത്തിട്ടുണ്ടെന്നും, എത്ര സീറ്റ്സ് ഫിൽ ആയിട്ടുണ്ടെന്നും, എത്ര സീറ്റ്സ് വേക്കൻ്റ് ആയിട്ടുള്ളതെന്നും അങ്ങനെ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. അതിലൂടെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അത് വെച്ചിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, 7th സ്പെഷ്യൽ അലോട്ട്മെൻറ്റിന് വേണ്ടി കോളേജ് ഓപ്ഷൻസ് കൊടുക്കുമ്പോൾ വേക്കൻ്റ് ആയിട്ടുള്ള കോളേജസ് എന്ത് ചെയ്യുക, കൊടുക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ഓപ്ഷൻസിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ നോക്കുമ്പോൾ സീറ്റ്സ് ഒക്കെ ഫില്ലായിട്ടുള്ള കോളേജസ് പരമാവധി നിങ്ങളുടെ ഓപ്ഷനിൽ ഉൾപ്പെടുത്താതിരിക്കാൻ ശ്രമിക്കുക. കാരണം നിങ്ങൾ എന്താണ്, അത് ഓപ്ഷൻ വെച്ചാൽ നിങ്ങൾക്ക് ആ കോളേജിൽ കിട്ടത്തില്ല. കാരണം ആ സീറ്റ്സ്, അവിടുത്തെ സീറ്റ്സ് ഒക്കെ ആൾറെഡി ഫിൽഡ് ആണ്. സോ എന്ത് ചെയ്യുക, ആ കോളേജസ് ഒന്നും നിങ്ങളുടെ ഓപ്ഷനിൽ ഉൾപ്പെടുത്താതിരിക്കുക. വേക്കൻറ്റ് സീറ്റ്സുള്ള കോളേജ് മാത്രം സെലക്ട് ചെയ്ത് എന്ത് ചെയ്യുക, വയ്ക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ കാറ്റഗറി സീറ്റ്സ് ഒക്കെ ഉണ്ട്, ഇങ്ങനെ മുസ്ലിം, SC ST അങ്ങനെയുള്ള സീറ്റ്സിനൊക്കെ ആ ഒരു കാറ്റഗറി സ്റ്റുഡൻസ് ഓപ്ഷൻ വെച്ച് കൊടുത്താലേ അങ്ങനെയുള്ള സീറ്റ്സ് ഒക്കെ ഫില്ലാവും. പക്ഷേ അതിലും അവർ ഇൻഡെക്സും റാങ്കും ഒക്കെ നോക്കും, എന്നിട്ട് നിങ്ങൾക്ക് ആ സീറ്റ്സ് കിട്ടത്തുള്ളൂ. അതുകൂടെ എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സും കോളേജസും ഒക്കെ ഇതേപോലെ ഒന്ന് നോക്കാം. അതിൽ എത്ര പേരെ എടുത്തിട്ടുണ്ട്, ഇനി എത്ര സീറ്റ്സാണ് വേക്കൻ്റ് ആയിട്ടുള്ളത്, ഞാൻ ആ കോളേജിൽ ഓപ്ഷൻ വെച്ചാൽ എനിക്ക് അലോട്ട്മെൻറ്റിൽ കിട്ടുമോ എന്നൊക്കെ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് നോക്കുക. ഇൻഡെക്സും റാങ്കും ഒക്കെ കുറഞ്ഞവർക്ക് LBS വഴി എന്താണ് സീറ്റ് കിട്ടാനായിട്ട് ചാൻസ് വളരെ കുറവാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. സോ ഇനിയുള്ള ഓരോ അലോട്ട്മെൻറ്റ്സിലും എന്താണ് പുതിയതായിട്ട് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യണം, അതായത് പുതിയതായിട്ട് കോളേജ് ഓപ്ഷൻസ് കൊടുക്കണം. ഇത് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. നേരത്തെ ലിസ്റ്റിൽ ഉള്ള കോളേജസിന് പുറമെ LBS പുതിയ കോളേജസിൽ കൂടെ അപ്രൂവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോ പുതിയ കോളേജസിൻ്റെ ലിസ്റ്റ് ഒഫീഷ്യൽ സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഒഫീഷ്യൽ സൈറ്റിൽ കയറി അപ്രൂവ്ഡ് നോക്കുമ്പോൾ അപ്രൂവ്ഡ് കോളേജസ് ലിസ്റ്റ് എന്ന് കാണാൻ പറ്റും. അതിൽ ഡൗൺലോഡിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ അത് ഡൗൺലോഡ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കോളേജസിൻ്റെ ലിസ്റ്റ് കാണാനായിട്ട് സാധിക്കും. അതിൽ നേരത്തെ ലിസ്റ്റിലുണ്ടായിരുന്ന കോളേജും ഇപ്പോൾ പുതിയതായിട്ട് ലിസ്റ്റിൽ ആഡ് ചെയ്ത പുതിയ അപ്രൂവൽ ലഭിച്ച പുതിയതായിട്ടുള്ള കോളേജ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അത് എങ്ങനെ എടുക്കണമെന്ന് നോക്കാം. ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, സൈറ്റിൽ പോകുക. അതായത് LBSന്റെ BSc നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സസിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ വരുന്ന ഒഫീഷ്യൽ സൈറ്റ്സിൻ്റെ ഹോം പേജിൽ പോവുക. ഹോം പേജിൽ ഡൗൺലോഡ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. അതായത് അപ്രൂവ്ഡ് കോളേജസ് ലിസ്റ്റ് എന്ന് ഉണ്ടാവും. സോ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ, ആ ഡൗൺലോഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് കോളേജസ് കാണാനായിട്ട് സാധിക്കും. സോ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ കോളേജസ് ആണ്. ഇതിൽ പഴയ കോളേജസും ഉണ്ട്, പുതിയതായിട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കോളേജസും ഉണ്ട്. നഴ്സിംഗിനും ഉണ്ട്, പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സസിനും ഉണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. നിങ്ങൾ അതൊന്ന് എന്ത് ചെയ്യുക, ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. പഴയ കോളേജസും പുതിയ കോളേജസും എന്ത് ചെയ്യുക, ഒന്ന് നോക്കുക. സോ ഇതിൽ പുതിയ കോളേജ് വന്നിട്ടുണ്ട്. ഈ സിമെൻറ്റ് കോളേജ് ഓഫ് നഴ്സിംഗ് ചവറ കൊല്ലം, അതെന്താണ് പുതിയതായിട്ട് ആഡ് ചെയ്ത കോളേജസ് ആണ്. അങ്ങനെ നോക്കുമ്പോൾ എന്താണ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. BSc നഴ്സിംഗിന് മാത്രമല്ല പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സസ് ആയിട്ടുള്ള MLT, ഒപ്റ്റോമെട്രി, പിന്നെ ഫിസിയോതെറാപ്പി അങ്ങനെയുള്ള എല്ലാ പാരാമെഡിക്കൽ കോഴ്സസിനും എന്താണ് പുതിയ കോളേജസ് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ നോക്കുമ്പോൾ അറിയാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സ് ഏതാണെന്ന് ഉണ്ടല്ലോ. സോ ആ കോഴ്സിന് വേറെ കോളേജസ് ഉള്ളതുണ്ടെങ്കിൽ അടുത്ത 7th അലോട്ട്മെൻറ്റിൽ എന്ത് ചെയ്യുക, ആ കോളേജസ് ചേർത്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അതായത് ആ കോളേജസ് ആഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, LBS ചാൻസ് തരുന്നതായിരിക്കും. ഇതെല്ലാവർക്കും വരാൻ സാധ്യതയുള്ള ഒരു കോമൺ ഡൗട്ടാണ്. 6ാമത്തെ അലോട്ട്മെൻറ്റിൽ കോളേജിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് 7ാമത്തെ അലോട്ട്മെൻറ്റിന് വേണ്ടി കോളേജ് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്ത് 7th അലോട്ട്മെൻറ്റ് വരുമ്പോൾ ആ അലോട്ട്മെൻറ്റിൽ കോളേജ് ഒന്നും കിട്ടിയില്ല എങ്കിൽ 6ാമത് എന്താണ് നമ്മളൊരു കോളേജിൽ അഡ്മിഷൻ എടുത്തിട്ടുണ്ടല്ലോ, മീൻസ് കോളേജിൽ ജോയിൻ ചെയ്തിട്ടുണ്ടോ ഉണ്ടല്ലോ, ആ സീറ്റ് പോകുമോ എന്നൊരു ഡൗട്ട് നിങ്ങൾക്കൊക്കെ വരാൻ സാധ്യതയുണ്ട്. ആൻസർ എന്ന് പറഞ്ഞത് എന്താണ്, നിങ്ങൾക്ക് ആ സീറ്റ് പോകത്തില്ല. നിങ്ങൾക്ക് ആ സീറ്റ് നിങ്ങൾക്ക് എന്താണ് അവിടെ തന്നെ കാണും. സീറ്റ് പോകുന്നത് എപ്പോഴെന്ന് വെച്ചാൽ 6ാമത്തെ അലോട്ട്മെൻറ്റിൽ ഒരു കോളേജ് കിട്ടിയെന്നിരിക്കെ 7ാമത്തെ അലോട്ട്മെൻറ്റിൽ ഓപ്ഷൻ വെച്ച്
ആ അലോട്ട്മെൻറ്റ് വരുമ്പോൾ മീൻസ് 7th അലോട്ട്മെൻറ്റ് വരുമ്പോൾ വേറെ കോളേജാണ്, അതായത് ഒരു പുതിയ കോളേജാണ് ആ അലോട്ട്മെൻറ്റിൽ കിട്ടുന്നതെങ്കിൽ ആറാമത്തെ അലോട്ട്മെൻറ്റിൽ ഉള്ള കോളേജ് എന്ത് ചെയ്യും, ക്യാൻസൽ ആവും. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, 7ാമത് അലോട്ട്മെൻറ്റിൽ കിട്ടിയ ആ ഒരു പുതിയ കോളേജിൽ നിങ്ങൾ എന്ത് ചെയ്യും, ജോയിൻ ചെയ്യേണ്ടി വരും. അല്ലാതെ എന്ത് ചെയ്യുന്നില്ല, സീറ്റൊന്നും ക്യാൻസൽ ആവുന്നില്ല. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ടോക്കൺ ഫീസ് പുതിയതായിട്ട് നിങ്ങൾക്ക് ഏത് കോളേജാണോ കിട്ടുന്നത് ആ കോളേജിലോട്ട് എന്ത് ചെയ്യും, ട്രാൻസ്ഫർ ആവുന്നതായിരിക്കും. ലിസ്റ്റിൽ പുതിയ കോളേജസ് ഉണ്ട്, പഴയ കോളേജസ് ഉണ്ട്. അതായത് പഴയ കോളേജസിലൊക്കെ എന്താണ് ഇപ്പോൾ മാക്സിമം സീറ്റ്സ് ഒക്കെ എന്താണ് ഓൾറെഡി ഫിൽഡ് ആണ്. സോ എന്ത് ചെയ്യുക, നിങ്ങൾ പുതിയ കോളേജസും കൂടെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതുകൂടെ നിങ്ങൾ നിങ്ങളുടെ 7th അലോട്ട്മെൻറ്റ് വരുമ്പോൾ എന്താണ് 7th അലോട്ട്മെൻറ്റ് വരുമ്പോൾ അല്ല 7th അലോട്ട്മെൻറ്റിൽ എന്താണ് കോളേജ് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാൻ ടൈമിൽ എന്ത് ചെയ്യുക, ആ പുതിയ കോളേജസ് കൂടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുക. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, പുതിയ കോളേജസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഏത് കോളേജസിൽ പോകാനും വില്ലിംഗ് ആണ് എന്നുള്ളവർക്ക് എന്ത് ചെയ്യാം, ആ കോളേജ് ഓപ്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അല്ലാത്തവർ എന്ത് ചെയ്യുക, സൂക്ഷിച്ച് മാത്രം ഓപ്ഷൻ കൊടുക്കുക. ഇതുവരെ ആയിട്ടും അലോട്ട്മെൻ്റ് ഒന്നും കിട്ടാത്തവർക്ക് നെക്സ്റ്റ് അലോട്ട്മെൻറ്റിൻ്റെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ടൈമിൽ വേണമെങ്കിൽ ആ പുതിയ കോളേജസിനെ ഓപ്ഷനിൽ ഉൾപ്പെടുത്താനായിട്ട് പറ്റുന്നതാണ്. കുറേ പേര് അവർക്ക് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുന്നുണ്ടാവും. സോ അവർക്കൊക്കെ ഈ വീഡിയോ എന്ത് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു.